بسم الله الرحمن الرحيم. أصحاب الجنة يومئذ خير مستقرا وأحسن مقيلا ويوم تشقق السماء بالغمام ونزل الملائكة تنزيلا الملك يومئذ الحق للرحمن وكان يوما على الكافرين عسيرا. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പദം 1207 ദിവസത്തിലേക്ക് എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. പരിശുദ്ധ ഖുർആനിലെ 25-ാമത്തെ അധ്യായമായ സൂറത്തുൽ ഫുർഖാനിലെ 24 മുതൽ 26 വരെയുള്ള ആയത്തുകളാണ് ഇന്ന് പഠനവിധേയമാക്കുന്നത്. ക്ലാസ് ആരംഭിക്കുന്നതിനായി ആദരണീയനായ ഡോക്ടർ AI വിലായത്തുള്ള സാഹിബിനെ ക്ഷണിക്കുന്നു. السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. أصحاب الجنة يومئذ خير مستقرا وأحسن مقيلا ويوم تشقق السماء بالغمام ونزل الملائكة تنزيلا الملك يومئذ الحق للرحمن وكان يوما على الكافرين عسيرا. صدق الله العلي العظيم. സൂറത്തുൽ ഫുർഖാനിലെ 24 മുതൽ 26 വരെയുള്ള ആയത്തുകളാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചിട്ടുള്ളത്. സത്യനിഷേധികള് പാരത്രിക ജീവിതത്തിൽ വിശ്വാസമില്ലാത്ത, മരണാനന്തരം അല്ലാഹുവുമായി ഒരു കൂടിക്കാഴ്ച ഉണ്ടാകും എന്ന കാര്യം അംഗീകരിക്കാത്ത ആളുകള്, അവര് എന്തുകൊണ്ട് നമ്മൾ ഓരോരുത്തരുടെയും അടുക്കലേക്കായിട്ട് ഈ ആളുടെ പ്രവാചകത്വത്തെ കുറിച്ച് പറയാൻ ഒരു മാലാഖയെ അയക്കുകയുണ്ടായില്ല, അല്ലെങ്കിൽ മാലാഖമാരെ ആ ഒരു ആവശ്യത്തിന് പ്രവാചകനെ പരിചയപ്പെടുത്തുന്നതിന് വേണ്ടി അയക്കപ്പെടുകയുണ്ടായില്ല? അതല്ലെങ്കിൽ എന്തുകൊണ്ട് അള്ളാഹു നേരിട്ട് വന്ന് നമ്മളോട് കാര്യങ്ങൾ പറയാൻ സന്നദ്ധനാവുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന ആളുകള് വലിയ ധിക്കാരവും അതുപോലെ ധിക്കാരപരമായ പ്രവർത്തനങ്ങളുമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നത് അള്ളാഹു ചൂണ്ടിക്കാണിക്കുകയുണ്ടായി നമ്മൾ ഇന്നലെ വായിച്ച ആയത്തുകളുടെ ഭാഗമായിട്ട്. എന്നാൽ മലക്കുകളെ തീർച്ചയായിട്ടും അവരൊരു നാളിന് കാണും. മലക്കുകളെ അവര് കാണേണ്ടി വരുന്ന ആ നാള് അവരെ സംബന്ധിച്ചിടത്തോളം ലാ ബുഷ്റ യൗമഇദിൻ ലിൽ മുജ്രിമീൻ, ഈ കുറ്റവാളികളായ അതിക്രമകാരികളായ ആളുകൾക്ക് മലക്കുകളുമായി കൂടിക്കാഴ്ച ഉണ്ടാവുന്ന ആ നാൾ ഒരു കാരണവശാലും ഒരു സന്തോഷദായകമായ ഒരു ദിവസമാവുകയില്ല. അന്ന് അവർക്ക് യാതൊരു സന്തോഷ വൃത്താന്തവും ഉണ്ടാവുകയില്ല. എന്നല്ല, അവര് അകപ്പെട്ടിരിക്കുന്ന ഇടുക്കങ്ങളുടെ അല്ലെങ്കിൽ അതികഠിനമായ നിയന്ത്രണങ്ങളുടെ പേരിൽ വിലപിച്ചുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയായിരിക്കും ഉണ്ടാവുക എന്നും, അതിനെ തുടർന്ന് അവരോരോരുത്തരും തന്നെ അവരുടെ പ്രവർത്തനങ്ങളെ വിലയിരുത്താൻ, കാണാൻ അതിലേക്ക് തെളിക്കപ്പെടുമെന്നും, അവരുടെ പ്രവർത്തനങ്ങളൊക്കെ തന്നെ നിസ്സാരമായ ധൂളികളായിട്ട് കാറ്റില് പറന്നു പോകുന്നത്, യാതൊരു സ്ഥിരതയും ഇല്ലാത്ത വിധത്തില് അത് പാറിപ്പറന്നു പോകുന്നത് അവര് കാണിക്കപ്പെടുമെന്നും അള്ളാഹു ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. ഇവിടെ ചർച്ച ചെയ്യപ്പെട്ടു വരുന്ന വിഷയം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പ്രവാചകത്വമാണ്.
മക്കയിലെ വിഗ്രഹാരാധകരും ബഹുദൈവ വിശ്വാസികളും ഒക്കെയായ ആ പ്രബോധിത സമൂഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവാചകത്വത്തെ അംഗീകരിക്കാതിരിക്കാനുള്ള ഒരുപാട് മുടന്തൻ ന്യായങ്ങളാണ് ഒന്നിനു പുറകെ ഒന്നായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇയാള് നമ്മളെയൊക്കെ പോലെ ഭക്ഷണം കഴിക്കുന്നു, അങ്ങാടിയിലൂടെ നടക്കുന്നു, ഇതൊക്കെയാണ് അവര് പ്രശ്നമായി ഉന്നയിച്ചിരുന്ന കാര്യം. ഇയാളോടൊപ്പം ഇയാളെ പരിചയപ്പെടുത്താൻ എന്തേ ഒരു പ്രവാചകൻ ഒരു മലക്ക് വരാതിരുന്നത്, ഒരു മാലാഖ വരാതിരുന്നത് എന്നൊക്കെയാണ് അവര് ഉന്നയിച്ചിരിക്കുന്ന കാര്യങ്ങൾ. അതിനുള്ള മറുപടിയാണ് അള്ളാഹു ഇതിനകം ഇവിടെ നൽകി കഴിഞ്ഞിട്ടുള്ളത്. എന്നിട്ട് അതിനെ തുടർന്ന് ഈ പാരത്രിക ജീവിതത്തിൽ വിശ്വാസമില്ലാത്ത കാരണത്താലാണ് അവർ ഈ പ്രവാചകനെ അംഗീകരിക്കാത്തതും ആ പ്രവാചകനെ പിൻപറ്റാൻ സന്നദ്ധരാവാത്തതും എന്നത് അള്ളാഹു ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. അവർക്ക് സാഴത്തില് അന്ത്യസമയത്തില് അവർക്ക് വിശ്വാസമില്ല എന്നതാണ്. യഥാർത്ഥത്തിൽ അന്ത്യനാളിൽ വിശ്വാസം ഉണ്ടാവുക അല്ലെങ്കിൽ പാരത്രിക ജീവിതത്തിൽ വിശ്വാസം ഉണ്ടാവുക എന്നത് മനുഷ്യൻ ഈ ഭൂമുഖത്ത് ജീവിക്കുന്ന സന്ദർഭത്തില് അവന്റെ കാര്യങ്ങളെ തിരിച്ചറിയുന്നതിന്റെ തന്നെ ഭാഗമായി വന്നു ചേരുന്ന ഒരു അനിവാര്യതയാണ്. ഏത് കാര്യത്തെയും യുക്തിപൂർവം സമീപിക്കുന്ന ഒരാൾക്ക് അത് ഉൾക്കൊള്ളാതെ അതിനെ അംഗീകരിക്കാതിരിക്കുക എന്നത് വളരെ പ്രയാസമാണ്. കാരണം ഒന്നും ഇവിടെ കഥ അവസാനിക്കുന്നില്ല. എല്ലാം നമ്മൾ കാണുന്നത് അൺഫിനിഷ്ഡ് ആയിട്ട് അങ്ങ് നിലച്ചു പോകുന്നതാണ്. എന്ന് പറഞ്ഞാൽ ഒരു വിഷയത്തിലും ഒരു കുറ്റകൃത്യം നടന്നു കഴിഞ്ഞാൽ ആ കുറ്റകൃത്യത്തിന്റെ പേരിലുള്ള നടപടികള്, ശിക്ഷ സംഗതികളൊന്നും ഇവിടെ പൂർത്തിയാകുന്നത് നമ്മൾ കാണാറില്ല. അത് നീണ്ടു പോകുന്നതും പലപ്പോഴും കുറ്റവാളികള് പറയത്തക്ക പ്രത്യാഘാതങ്ങളൊന്നും നേരിടേണ്ടി വരാതെ അതിൽ നിന്നൊക്കെ ഊരിച്ചാടി രക്ഷപ്പെടുന്നതും, അനീതിയും അക്രമവും ചെയ്തവര് വളരെ സുഭിക്ഷമായും ആഹ്ലാദത്തോടെയും ഒക്കെ ഇവിടെ കഴിഞ്ഞുകൂടുന്നതും ഒക്കെ ആയ ഒരു കാഴ്ച പലപ്പോഴും കാണേണ്ടി വരാറുണ്ട്. നീതി പുലരുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കാറുമില്ല, അപൂർവമായിട്ടല്ലാതെ. അപ്പൊ സ്വാഭാവികമായിട്ടും ഈ മനുഷ്യ ജീവിതവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു എപ്പിസോഡും അതിന്റെ പൂർണ്ണതയോടുകൂടി ഇവിടെ പര്യവസാനിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നില്ല എന്നത് നമുക്ക് നൽകുന്ന ഒരു തികഞ്ഞ ബോധ്യം ഈ കഥക്ക് ഒരു തുടർച്ചയുണ്ട് എന്നതാണ്. ഈ കഥ ഇവിടെ അവസാനിക്കുന്നില്ല, ഇതിനൊരു തുടർച്ചയുണ്ട്, ഇതിനൊരു രണ്ടാം ഭാഗമുണ്ട്. ഒരു പക്ഷേ ഒന്നാം ഭാഗത്തിനേക്കാൾ ദീർഘമായ ഒരു രണ്ടാം ഭാഗം ഈ കഥക്കൊക്കെ ഉണ്ട് എന്നതാണ്. ഇത് മനുഷ്യന്റെ സ്വാഭാവിക യുക്തിയാണ്. വളരെ പൗരാണികരായ മനുഷ്യർക്ക് പോലും മരണത്തോടെ എല്ലാം തീർന്നു എന്നത് അങ്ങ് എളുപ്പത്തില് തീരുമാനിക്കാൻ കഴിയുന്ന അല്ലെങ്കിൽ അവർക്ക് എളുപ്പത്തിൽ ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു കാര്യമായിരുന്നില്ല എന്നതാണ് വസ്തുത. അതുകൊണ്ട് പ്രായം ചെല്ലുന്തോറും ആളുകളോട്, പ്രായം കൂടിയ അവസ്ഥയിലുള്ളവരോട് അന്വേഷിച്ചാൽ അവർക്ക് പലപ്പോഴും അവർ നിസ്സഹായതയോടുകൂടി അങ്ങനെ ഒരു സംഗതിയെ അംഗീകരിക്കുന്നവരോ നിശബ്ദരായിട്ട് അതിനോട് ആ ചോദ്യത്തെ അഭിമുഖീകരിക്കാൻ സന്നദ്ധരാവാതെ ഒഴിഞ്ഞു മാറുകയോ ഒക്കെ ചെയ്യുന്നതായിട്ടാണ് നമുക്ക് കാണാൻ കഴിയും. അപ്പൊ ഈ സാഴത്ത് എന്ന അന്ത്യസമയവും അതിനെ തുടർന്നുള്ള പാരത്രിക ലോക ജീവിതവും അത് നിഷേധിക്കുന്നത് കൊണ്ടാണ് ഈ പ്രവാചകനെ ഉൾക്കൊള്ളാൻ അവർ സന്നദ്ധരാവാതിരിക്കുന്നത് എന്നതാണ് ഇവിടെ ചൂണ്ടിക്കാണിക്കപ്പെട്ടിട്ടുണ്ടായിരുന്ന വസ്തുത. അതിനെ തുടർന്ന് നിഷേധികൾ നേരിടേണ്ടി വരുന്ന പാരത്രിക ജീവിതത്തിലെ അനുഭവത്തെയും പിന്നെ ഇന്ന് നമ്മൾ വായിച്ചു വെച്ചിരിക്കുന്ന ആയത്തുകളിൽ സത്യവിശ്വാസികൾ അല്ലെങ്കിൽ പാരത്രിക ജീവിതത്തിൽ വിശ്വാസം ഉൾക്കൊണ്ട ആളുകൾ അനുഭവിക്കുന്ന അവസ്ഥയെയും വിവരിക്കുകയാണ് അല്ലാഹു. അതിൽ ആദ്യ ഭാഗം നമ്മൾ ഇതിനകം കാണുകയുണ്ടായി. മലക്കുകളെ എന്തുകൊണ്ട് നമ്മുടെ അടുക്കലേക്ക് അയച്ചില്ല, റബ്ബ് എന്തുകൊണ്ട് ഞങ്ങളുടെ അടുക്കലേക്ക് ഈ കാര്യം പറയാൻ വേണ്ടി വന്നില്ല എന്നൊക്കെ ധിക്കാരപരമായി ചോദിച്ചുകൊണ്ടിരുന്ന ആളുകളുടെ ആ ധിക്കാരവും അവരുടെ അനുസരണക്കേടും ഒക്കെ ആയിട്ട് കാരണമായിട്ട് അവര് നേരിടേണ്ടി വരുന്ന അവസ്ഥയെയാണ് മുകളിലെ ആയത്തുകളിൽ വിവരിക്കപ്പെട്ടിട്ടുള്ളത്.
ആ നാളില് എന്തായാലും മലക്കുകൾ അവര് കണ്ടുമുട്ടുന്ന നാളിൽ അവർക്ക് അതില് ഒരു സന്തോഷവും ഉണ്ടാവില്ല. അവർക്ക് മലക്കുകളിൽ നിന്നൊരു സന്തോഷ വൃത്താന്തവും ലഭിക്കാൻ ആ ദിവസം ഉണ്ടാവില്ല. അത് അവരെ സംബന്ധിച്ചിടത്തോളം ഇരുള് നിറഞ്ഞ ഒരു ദിവസമാണ്. പ്രതീക്ഷയറ്റ, നിരാശ മാത്രം ലഭിക്കുന്ന ഒരു ദിവസമാണ് അവരെ സംബന്ധിച്ചിടത്തോളം അത്. എന്നാൽ തുടർന്ന് അള്ളാഹു പറയുകയാണ്, ഇന്ന് നമ്മൾ വായിച്ച ആയത്തുകൾ നോക്കുക. അസ്ഹാബുൽ ജന്നതി യൗമഇദിൻ ഖൈറും മുസ്തഖറൻ വ അഹ്സനു മഖീല. ജന്നത്തിന്റെ അവകാശികൾ, സ്വർഗാവകാശികളായ ആളുകൾ, സത്യവിശ്വാസികളായതിന്റെ പേരിൽ, അള്ളാഹുവിന്റെ മാർഗത്തിൽ നിലക്കൊണ്ടതിന്റെ പേരിൽ സ്വർഗസ്ഥരാകാൻ ഭാഗ്യം ലഭിച്ച ആളുകൾ, അസ്ഹാബുൽ ജന്ന, അവര് യൗമഇദിൻ, ആ നാളിൽ, അവരുടെ മലക്കുകളെ കാണാൻ അവസരമുണ്ടാകുന്ന ആ നാളിൽ, ഖൈറും മുസ്തഖറൻ വ അഹ്സനു മഖീല, അവരേറ്റവും ആദരണീയമായ വിധത്തിലുള്ള ശ്രേഷ്ഠമായ സ്ഥാനം നൽകപ്പെട്ടവരായിരിക്കും. ഖൈറും മുസ്തഖറായിരിക്കും അവർ. മുസ്തഖർ എന്ന് പറഞ്ഞ ഒരാളുടെ തങ്ങാൻ അല്ലെങ്കിൽ ജീവിക്കാൻ, താമസിക്കാൻ ഒക്കെ നൽകപ്പെട്ടിരിക്കുന്ന ഒരാൾക്കുള്ള ഒരു ഇടമാണ് മുസ്തഖർ. അപ്പോ ഇവർക്ക് അന്ന് വളരെ ആദരണീയമായ വിധത്തില്, വളരെ ശ്രേഷ്ഠമായ, അവർക്ക് വലിയ മഹത്വം നൽകുന്ന വിധത്തിലുള്ള ഒരു സ്ഥാനവും ഇടവും ഒക്കെയാണ് നൽകപ്പെട്ടിട്ടുണ്ടാവുക. അപ്പോ ജന്നത്തിന്റെ അവകാശികളാവുന്ന ആളുകൾക്ക് ആ വിചാരണയുടെ നാളിൽ, നിഷേധികളുടെ അനുഭവം നമ്മൾ നേരത്തെ പറയുകയുണ്ടായി, അവരെ സംബന്ധിച്ചിടത്തോളം യാതൊരു സന്തോഷത്തിനും വകയുണ്ടാവില്ല, ഒരു സന്തോഷ വൃത്താന്തവും അവർ അറിയിക്കപ്പെടുന്നതല്ല. എന്നാൽ സ്വർഗത്തിന്റെ അവകാശികളാകാൻ പോകുന്നവര് യൗമഇദിൻ ഖൈറും മുസ്തഖറ, അവരേറ്റവും നല്ല ഉത്കൃഷ്ടമായ ശ്രേഷ്ഠമായ അവസ്ഥയിലും സ്ഥാനങ്ങളിലുമായിരിക്കും. വിചാരണയുടെ നാളാണ്. പക്ഷെ ഈ വിചാരണയുടെ ഭയവിഹ്വലത ഒന്നും ഈ സ്വർഗാവകാശികളെ പിടികൂടുന്നില്ല. അതൊക്കെ നിഷേധികളെ മാത്രമാണ് പിടികൂടുന്നത്. സ്വർഗാവകാശികളെ സംബന്ധിച്ചിടത്തോളം അവരന്ന് വളരെ ശ്രേഷ്ഠമായ ആദരവോടുകൂടി സ്വീകരിക്കപ്പെട്ട് അല്ലെങ്കിൽ ആനയിക്കപ്പെട്ടുകൊണ്ട് അവർക്ക് വിശിഷ്ടമായ ഇടങ്ങളിൽ ആകുന്ന വിധത്തിൽ നയിക്കപ്പെടുന്നവരായിരിക്കും. അപ്പൊ അവര് ഖൈറും മുസ്തഖറായിരിക്കും. അതുപോലെ അഹ്സനു മഖീല, ഏറ്റവും ഉത്തമമായ വിശ്രമം ലഭിക്കുന്നവരുമായിരിക്കും. മഖീല എന്ന് പറഞ്ഞാൽ കൈലൂല എന്നുള്ള വേർഡിൽ നിന്നാണ് അത് വരുന്നത്. കൈലൂല എന്ന് പറഞ്ഞാൽ ഉച്ച ഉറക്കാണ്. കത്തിക്കാളുന്ന അല്ലെങ്കിൽ ചുട്ടുപൊള്ളുന്ന ചൂട് അനുഭവപ്പെടുന്ന ആ ദിവസം, വിചാരണയുടെ നാളില്. പക്ഷെ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ജന്നത്തിന്റെ അവകാശികളാവുന്നവര് ഏറ്റവും നല്ല മഖീൽ അനുഭവിക്കുന്നവരായിരിക്കും. അവർക്ക് ഏറ്റവും നല്ല മുസ്തഖറുണ്ട്, വിശ്രമ അവരുടെ ആസ്ഥാനങ്ങള്, അവർക്ക് ശ്രേഷ്ഠമായ താമസ സ്ഥലങ്ങളാണ് നൽകപ്പെടുന്നത് വിചാരണയുടെ നാളിൽ തന്നെ. കൂടാതെ കണ്ട് അവർക്ക് നല്ല ഉത്തമമായ മഖീലുമുണ്ട്. മഖീൽ എന്ന് പറഞ്ഞാൽ വിശ്രമം എന്നാണ് ഉദ്ദേശിക്കുന്നത്. പ്രത്യേകിച്ച് പകൽ സമയത്തെ ഉച്ചതിരിഞ്ഞ് നേരത്തുള്ള വിശ്രമം, അതിന് ഏറ്റവും ഉചിതമായ, ഏറ്റവും കംഫർട്ടബിൾ ആയ മഖീല് നൽകപ്പെട്ട അവസ്ഥയിലായിരിക്കും ജന്നത്തിന്റെ ആളുകൾ അന്നേരം ഉണ്ടാവും. അവർക്ക് നല്ല മുസ്തഖർ ഉണ്ടാകും എന്ന് പറഞ്ഞാൽ അവർക്ക് നല്ല ഇടങ്ങള്, പാർപ്പിടം അല്ലെങ്കിൽ താമസിക്കാൻ, തങ്ങാൻ അല്ലെങ്കിൽ കാത്തു നിൽക്കാൻ പറ്റിയ ഏറ്റവും ഉത്തമമായ ശ്രേഷ്ഠമായ ഇടങ്ങൾ നൽകപ്പെട്ടിട്ടുണ്ടാകും. അതേപോലെ തന്നെ ഇവര് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള വിശ്രമം അനുഭവിക്കാൻ കഴിയുന്നവരുമായിരിക്കും. അപ്പൊ അവർക്ക് വിചാരണയുടെ നാളിന്റെ യാതൊരു വിധത്തിലുള്ള ഭയവിഹ്വലതയോ പ്രയാസമോ മാനസികമായ ഇടുക്കമോ ഒന്നും അനുഭവിക്കേണ്ടി വരില്ല. നിഷേധികളായിരുന്നവർ, പാരിത്രിക ജീവിതത്തെ ഉൾക്കൊള്ളാൻ സന്നദ്ധരാവാതിരുന്ന ആളുകൾ, അവരെ സംബന്ധിച്ചിടത്തോളം യാതൊരു സന്തോഷ വൃത്താന്തവും ആ ദിവസം അവർക്കായിട്ടില്ല. ലാ ബുഷ്റ ലഹും എന്നാണ്. അവർക്ക് യാതൊരു സന്തോഷ വാർത്തയും അന്ന് ലഭിക്കുന്നതല്ല. മലക്കുകളെ അവർ കാണാനൊക്കെ സാധ്യതയുണ്ട്. പക്ഷെ മലക്കുകളെ കാണുന്നത് അവർക്ക് സന്തോഷം പകരുന്ന ഒരു അനുഭവമല്ല. മലക്കുകൾ അവർക്കൊരു സന്തോഷവും പകർന്നു കൊടുക്കുകയില്ല. എന്നാൽ അസ്ഹാബുൽ ജന്നത്ത് ആയ
കൂട്ടര് അവര് നല്ല മുസ്തഖറിന് നൽകപ്പെടുന്നവരായിരിക്കും. വിചാരണയുടെ സമയത്ത് തന്നെ അവര് ഉത്തമമായ മുസ്തഖറും ഉത്തമമായ മക്കയിലും അനുഭവിക്കുന്നവരായിരിക്കും എന്നാണ് അള്ളാഹു ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് ഒരു ഹദീസിലൂടെ വ്യക്തമാക്കിയത് ഇങ്ങനെയാണ്. ആ ഹദീസിന്റെ ആശയം മാത്രം ഞാൻ സൂചിപ്പിക്കാം. സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ആഖിറത്തിലെ വിചാരണയുടെ അനുഭവം അത് ഒരു ഫർദ് നമസ്കാരം നമസ്കരിക്കുന്നത് പോലെ ലളിതമായ ഒരു കാര്യമായിരിക്കും. അത്രയും പ്രയാസരഹിതമായ ഒരു കാര്യമായിരിക്കും അവരെ സംബന്ധിച്ചിടത്തോളം ആ വിചാരണയുടെ നാളിലൂടെ കടന്നു പോവുക എന്നത്. എന്നാൽ നിഷേധികളെ സംബന്ധിച്ചിടത്തോളം അവര് അതിഭീകരമായ അനുഭവങ്ങൾ, വരാനിരിക്കുന്ന ശിക്ഷയെക്കുറിച്ചും അള്ളാഹുവിന്റെ കോപം അനുഭവിക്കേണ്ടി വരുന്നതിനെ കുറിച്ചൊക്കെ ഉള്ള ആലോചനയിലും അതിനെക്കുറിച്ചുള്ള മുന്നറിവ് ഉണ്ടാകുന്നത് കാരണമായും അതിന്റെ അതിതീക്ഷ്ണമായ ടെൻഷൻ അനുഭവിക്കുന്നവരായിരിക്കും അവർ. വിശ്വാസികള് അവരുടെ ആ വിചാരണ ദിവസത്തിന്റെ പ്രയാസം എന്ന് പറയുന്നത് ഒരു ഫർള് നമസ്കാരത്തിന് വേണ്ടി വരുന്ന ഒരു എഫേർട്ട് മാത്രമായിരിക്കും അവർക്ക്. അത്രയേ ഉള്ളൂ. അവരെ സംബന്ധിച്ചിടത്തോളം അത് ഒരു പ്രയാസമേ അല്ല. അവർ ഇഷ്ടപ്പെടുന്നതും അവർക്ക് ഗുണകരവുമായ ഒരു കാര്യം ചെയ്യുന്ന പോലെ മാത്രമേ അവർക്കത് അനുഭവപ്പെടുകയുള്ളൂ. അപ്പൊ അസ്ഹാബുൽ ജന്നത്തി യൗമ ഇതിന് ഖൈറുൻ മുസ്തഖറൻ വ അഹ്സനു മഖീല. ജന്നത്തിന്റെ ആളുകൾ അന്ന് ആ നാളിൽ അവര് ഉത്തമമായ ഒരു വാസസ്ഥലം അനുഭവിക്കുന്നവരും ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു വിശ്രമം അനുഭവിക്കുന്നവരുമായിരിക്കും. തുടർന്ന് പറയുന്നത് വയോമ തശഖഖു സ്സമാഉ ബിൽ ഗമാം. ആകാശം മേഘങ്ങളെ പിളർത്തിക്കൊണ്ട് പിളരുന്ന ഒരു ദിവസമുണ്ട്. ആ നാളിൽ, ഇവിടെ പറയപ്പെട്ട ഈ വിചാരണയുടെ നാളിൽ ആകാശം മേഘങ്ങളെ പിളർത്തിക്കൊണ്ട് അത് അടർന്ന് മാറുന്നത് കാണാം. അന്ന് വനുസിലൽ മലായികത്തു തൻസീല. മേഘങ്ങളെ പിളർത്തി മാറ്റിക്കൊണ്ട് മലക്കുകള് ഇറക്കപ്പെടുകയാണെന്ന്. ആകാശത്തിലൂടെ ആകാശത്തിന്റെ മേഘ പടലങ്ങളെ പിളർത്തി മാറ്റി വകഞ്ഞു മാറ്റി മലക്കുകള് കൂട്ടം കൂട്ടമായി ഒരു കൂട്ടർക്ക് പുറകിലായിട്ട് മറ്റൊരു കൂട്ടരായിട്ട് അങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ ആ ഭൂമിയിലുള്ളവർക്ക് കാണാൻ കഴിയുന്ന വിധത്തിൽ ഇറക്കപ്പെടുന്ന ഒരു ദിവസമായിരിക്കും അത്. ആ ദിവസത്തിന്റെ ഒരു പ്രത്യേകത അൽ മുൽക്കു യൗമ ഇദിനിൽ ഹഖ് ലിർറഹ്മാൻ. അന്ന് അധികാരവും ആധിപത്യവും ഒക്കെ കാരുണ്യവാന് മാത്രമായുള്ളതായിരിക്കും. യഥാർത്ഥ അധികാരം സമ്പൂർണമായ വിധത്തിൽ തന്നെ കാരുണ്യവാനായ അള്ളാഹുവിന്റെ കയ്യിൽ മാത്രമായിരിക്കും, അള്ളാഹുവിന്റെ ഉടമസ്ഥതയിലായിരിക്കും. മനുഷ്യര് ഭൂമിയില് ജീവിക്കുന്ന ഈ കാലയളവില് നമ്മൾ അധികാരം പലരും കൈയാളുന്നത് കാണുന്നുണ്ട്. പലപ്പോഴും അധികാരം കൈയാളുന്നതിന് വേണ്ടിയാണ് മനുഷ്യ സമൂഹത്തിലെ സകല സംഘർഷങ്ങളും അരങ്ങേറുന്നത്. അധികാരം കൈയാളുന്നതിന്, സ്ഥാനവും പദവിയും പിടിച്ചെടുക്കുന്നതിന്, അത് മറ്റുള്ളവർക്ക് നിഷേധിക്കുന്നതിന്, അത് വേണ്ട വിധം കൈകാര്യം ചെയ്യാതെ അക്രമവും അനീതിയും ചെയ്യുന്നത് ഒക്കെയാണ് നമ്മൾ ഭൂമിയില് മനുഷ്യ സമൂഹങ്ങളില് കണ്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും സങ്കീർണമായ പ്രശ്നം. ഇത് കേവല രാഷ്ട്രീയ അധികാരം മാത്രമൊന്നുമല്ല, തീർച്ചയായിട്ടും അതുണ്ട്. കാരണം അതാണ് മറ്റ് അധികാരങ്ങളെയൊക്കെ നിയന്ത്രിക്കുന്ന സംവിധാനം. പക്ഷെ അതെല്ലാ മേഖലയിലും ഉണ്ട്. വ്യക്തി ജീവിതത്തിലും കുടുംബ ജീവിതത്തിലും സാമൂഹ്യ ജീവിതത്തിലും ഒക്കെ തന്നെ പല സ്വഭാവത്തിലുള്ള അധികാരം കൈയാളുന്നവരാണ് മിക്കവാറും എല്ലാ ആളുകളും. അത് തനിക്ക് അവകാശപ്പെടാത്തത് പിടിച്ചടക്കുന്നതിനും അത് കരുത്തുപയോഗിച്ചോ സമ്മർദ്ദവും സ്വാധീനവും ഉപയോഗിച്ചോ പിടിച്ചെടുക്കുന്നതിനും ഒക്കെ വെമ്പല് കാണിക്കുന്ന ഒരു പ്രകൃതം മനുഷ്യന് എല്ലാ മേഖലയിലും പ്രകടിപ്പിക്കുന്നത് നമുക്ക് കാണാം. എല്ലാ മേഖലയിലും ഉണ്ട്. അത് നമ്മള് സൂക്ഷ്മമായിട്ടൊന്ന് നിരീക്ഷിച്ചാൽ നമുക്കത് കാണാൻ കഴിയും. അധികാരം, സ്ഥാനം, പദവി, മറ്റുള്ളവരെ അടക്കി വാഴാനുള്ള ഒരു പ്രിവിലേജ്, ഇത് കിട്ടാൻ വേണ്ടി മനുഷ്യന്
എല്ലാ തൊഴിൽ മേഖലകളിലും എല്ലാ ജീവിത മേഖലകളിലും മനുഷ്യന് വെമ്പല് കാണിക്കുന്നത് നമുക്ക് നിരന്തരം കാണാൻ കഴിയുന്നുണ്ട്. അതുകൊണ്ടാണ് അത് കൈകാര്യം ചെയ്യുന്നതിൽ അനീതിപരമായതായി മാറുന്നതും അക്രമപരമായിട്ട് മാറുന്നതും ഒക്കെ നമുക്ക് നിരന്തരം കാണാൻ സാധിക്കുന്നത് അനർഹര് അത് കൈകാര്യം ചെയ്യുന്നതുകൊണ്ട്. എന്നാൽ ഈ മലക്കുകള് മേഘപടലങ്ങളെ പിളർത്തിക്കൊണ്ട് ആകാശത്തിന്റെ മേഘപടലങ്ങളുള്ള ആ തലത്തിനെ പിളർത്തിക്കൊണ്ട് മലക്കുകൾ കൂട്ടം കൂട്ടമായിട്ട് ഇറക്കപ്പെടുന്ന ആ നാളില് അൽ മുൽക്കു യൗമ ഇതിനിൽ റഹ്മാൻ, യഥാർത്ഥ അധികാരം എന്നത് ഇതൊക്കെ താൽക്കാലികമായ അധികാരങ്ങളാണ്. ഈ ഭൗതിക ലോകത്തുള്ള ആളുകളുടെ അധികാരങ്ങളൊക്കെ നമ്മൾ വലിയ അധികാരിയായിട്ട് കാണുന്ന ഭരണാധികാരികള്, മുഖ്യമന്ത്രി, പ്രധാനമന്ത്രി അല്ലെങ്കിൽ പ്രസിഡന്റ്, ഇങ്ങനെയൊക്കെയുള്ള സംഗതികള് അതൊക്കെ താൽക്കാലികമായിട്ട് അവരുടെ കൈകളിൽ ഏൽപ്പിക്കപ്പെട്ടതും അവർക്കൊരു പരീക്ഷണം എന്നുള്ള നിലക്ക് അള്ളാഹു അവരെ ഏൽപ്പിക്കുന്നതും ഒക്കെയാണ്. എങ്ങനെ ചെയ്യും, എങ്ങനെ അവർ കൈകാര്യം ചെയ്യും എന്നത് നോക്കിക്കാണുന്നതിനും വിലയിരുത്തുന്നതിനും ഒക്കെ വേണ്ടിയിട്ട്. എന്നാല് യഥാർത്ഥ അധികാരം എന്നത് ഒരാൾക്കും ചോദ്യം ചെയ്യാൻ കഴിയാത്തതും സമ്പൂർണമായതും മറ്റുള്ളവർക്ക് കയറി ഇടപെടാൻ കഴിയാത്തതുമായ സമ്പൂർണമായ അധികാരമാണ്. അന്ന് യൗമഇദിനാൽ മുൽക്കു യൗമഇദിനിൽ ഹഖ്ഖുൽ റഹ്മാൻ, അധികാരവും ആധിപത്യവും ഒക്കെ അന്ന് പൂർണ്ണമായിട്ടും അതിന്റെ യഥാർത്ഥമായ സ്വഭാവത്തോടു കൂടി തന്നെ കാരുണ്യവാന്റെ കൈകളിലായിരിക്കും. വഖാന യൗമൻ അലൽ കാഫിരീന അസീറ, നിഷേധികളെ സംബന്ധിച്ചിടത്തോളം അത് വളരെ കടുപ്പമുള്ള കഠോരമായ ഒരു ദിവസമായിരിക്കും. ഇതാണ് അള്ളാഹു ചൂണ്ടിക്കാണിക്കുന്നത്. ഇന്ന് പല അധികാരികളും ഉണ്ട്. നമുക്ക് അർഹിക്കുന്നതും നമ്മളുടെ ന്യായമായതുമായ സംഗതികൾ ചോദിച്ചു ചെല്ലുമ്പോൾ പോലും അതിന് വേണ്ട പരിഗണന നൽകാതിരിക്കുകയോ അതിൽ വലിയ ധാർഷ്ട്യത്തോടു കൂടി അതിനെ നോക്കിക്കാണുകയോ ഒക്കെ ചെയ്യുന്ന അധികാരം കൈയാളുന്ന പലരും നമ്മുടെ സമൂഹത്തിൽ കാണാൻ കഴിയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഹദീസ് വ്യക്തമാക്കുന്നത് ഓരോരുത്തരും കൊല്ലുക്കും റായിൻ വ കൊല്ലുക്കും മസ്ഊലുൻ അൻ റായിയതിഹി എന്നാണ്. നിങ്ങളിൽ ഓരോരുത്തരും അധികാരികളാണ്, ഇടയന്മാരാണ്. നിങ്ങളുടെ ആട്ടിൻപറ്റങ്ങളെ കുറിച്ച് നിങ്ങൾ ചോദ്യം ചെയ്യപ്പെടും എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ അധികാരത്തിന് കീഴിലുള്ള ആളുകളുടെ അവകാശങ്ങൾ എത്രത്തോളം അവരുടെ ന്യായമായ സംഗതികൾ നിങ്ങൾ വകവെച്ചു കൊടുത്തു, അവർക്ക് വേണ്ട പരിഗണന കൊടുത്തു, അവർക്ക് വേണ്ട പരിചരണം നൽകി തുടങ്ങിയ കാര്യങ്ങളൊക്കെ നിങ്ങൾ ചോദ്യം ചെയ്യപ്പെടും എന്നാണ്, അത് സംബന്ധമായി ചോദ്യം ചെയ്യപ്പെടും എന്നാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇവിടെ ഈ നാള് ഈ മനുഷ്യന്റെ ഈ ഭൂമിയിലെ ജീവിതകാലം അവസാനിക്കുകയും വിചാരണയുടെ ഘട്ടത്തിലേക്ക് നീങ്ങുകയും ചെയ്യുന്നതോടുകൂടിയുള്ള അവസ്ഥ, അന്ന് മേഘങ്ങളെ പിളർത്തിക്കൊണ്ട് ആകാശത്തിൽ നിന്ന് മലക്കുകൾ കൂട്ടം കൂട്ടമായി താഴേക്ക് അവതരിപ്പിക്കപ്പെടുന്ന ഒരു നാളായിരിക്കും. അന്ന് സകല സംഗതികളുടെയും മേലുള്ള സമ്പൂർണമായ നിയന്ത്രണവും അധികാരവും കാരുണ്യവാനായ അള്ളാഹുവിനായിരിക്കും. ഇന്ന് പലരും അത് ഭാഗികമായിട്ടൊക്കെ കൈയാളുന്നുണ്ടാകും. പക്ഷെ അവർക്കൊന്നും തന്നെ ഒരു കാര്യത്തിലും ഒരു അധികാരവും ഉണ്ടാവുകയില്ല ആ നാളിൽ. വകാന യൗമൻ അലൽ കാഫിരീന അസീറ, നിഷേധികളെ സംബന്ധിച്ചിടത്തോളം അത് കഠോരമായ ഒരു ദിവസം തന്നെ ആയിരിക്കും. എന്നാൽ സത്യവിശ്വാസികളെ, സ്വർഗത്തിന്റെ അവകാശികളാവാൻ പോകുന്ന ആളുകൾക്ക് അന്ന് ഏറ്റവും ഉത്തമമായ മുസ്തഖറും ഏറ്റവും അഹസനായ മഖീലും ഉണ്ടായിരിക്കും എന്നാണ് അള്ളാഹു ഇവിടെ പറഞ്ഞു വെച്ചിട്ടുള്ളത്. അവർക്ക് ഏറ്റവും ഉത്കൃഷ്ടമായ മുസ്തഖർ, താമസ സ്ഥലം അല്ലെങ്കിൽ ഹാൾട്ടിംഗ് സ്റ്റേഷൻ എന്നാണ് അതിന് ഇംഗ്ലീഷിൽ പറയാൻ എളുപ്പമുള്ളത്. തങ്ങാനുള്ള ഇടം, അവരുടെ സ്ഥിരമായ കേന്ദ്രത്തിലേക്ക് അവര് നയിക്കപ്പെട്ടിട്ടില്ല. താൽക്കാലികമായിട്ട് വിചാരണയുടെ ഘട്ടത്തിൽ അവർ തങ്ങുന്ന ഇടമാണ് ഈ മുസ്തഖർ. അത് അവർക്ക് വളരെ കംഫർട്ടബിൾ ആയ ഏറ്റവും ഉത്തമമായ ഒരു ഇടമായിരിക്കും അവർക്ക് തങ്ങാൻ വേണ്ടി നൽകപ്പെട്ടിട്ടുണ്ടാവുക. അതുപോലെ തന്നെ ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള വിശ്രമം ലഭിക്കുന്ന ഒരു അനുഭവവും അവർക്കുണ്ടാവും. അവരെ വേർത്തൊലിച്ച് ആകെ വെപ്രാളപ്പെട്ട് പ്രയാസപ്പെട്ട് ടെൻഷൻ അനുഭവിച്ച് ഒക്കെ ഉള്ള ഒരു അവസ്ഥയാവില്ല.
അതായിരിക്കും നിഷേധികളുടേത്. എന്നാൽ ഇവര് അങ്ങനെ ആയിരിക്കില്ല എന്നാണ് ഖുർആൻ ചൂണ്ടിക്കാണിക്കുന്നത്. അന്നാണ് ഇവര് എന്തുകൊണ്ട് മലക്കുകളെ പ്രവാചകനോടൊപ്പം അയക്കുന്നില്ല എന്നൊക്കെ ചോദിച്ചല്ലോ. അവരാവശ്യപ്പെട്ട വിധത്തിൽ മലക്കുകൾ അവർ കാണും. പക്ഷെ ആ കാണുന്ന നാളിൽ പക്ഷേ അന്ന് മലക്കുകൾ അവർക്ക് ഒരു സന്തോഷ വാർത്തയും നൽകുന്നുണ്ടാവില്ല. ഒരു സന്തോഷവും അവർക്ക് മലക്കുകളുടെ സാന്നിധ്യം കൊണ്ട് ലഭിക്കുകയും ഇല്ല. മറിച്ച് അവരങ്ങേയറ്റത്തെ നിരാശയിലും വെപ്രാളത്തിലും ഒക്കെ ആയിരിക്കും. മലക്കുകൾ അന്ന് ആകാശങ്ങളെ പിളർത്തിക്കൊണ്ട് കടന്നു വരുമ്പോ അധികാരം, കാര്യങ്ങളുടെ മേലുള്ള സമ്പൂർണമായ യഥാർത്ഥ അധികാരം അള്ളാഹുവിന്റെ കാരുണ്യവാനായ റബ്ബിന്റെ കൈകളിലായിരിക്കും. നിഷേധികളെ സംബന്ധിച്ചിടത്തോളം അങ്ങേയറ്റത്തെ ഇടുക്കമുള്ള, പ്രയാസമുള്ള, കഠോരമായ അനുഭവത്തിന്റെ ഒരു ദിവസമായിരിക്കും അത് എന്നാണ് അള്ളാഹു ഇവിടെ പറയുന്നത്. നമുക്ക് മനുഷ്യഭാഷയില് കാര്യങ്ങളെ ഉൾക്കൊള്ളാൻ പറ്റുന്ന രീതിയിൽ ഒരു വിവരണം നൽകപ്പെട്ടതാണിത് എന്ന് കാണാൻ സാധിക്കും. മേഘങ്ങളെ പിളർത്തിക്കൊണ്ട് മലക്കുകൾ വരുന്നതും, അതുപോലെ ഏറ്റവും നല്ല മുസ്തഖറും മക്കയിലും ഒക്കെ സത്യവിശ്വാസികൾക്ക് നൽകപ്പെടുന്നതും ഒക്കെ നമുക്ക് ഏകദേശം ഒരു ചിത്രം മനസ്സിലേക്ക് ഓറിയിടാൻ ഉപകരിക്കുന്ന വിധത്തിൽ മാത്രമുള്ള ഒരു വിവരണമാണ്. കാരണം നമ്മള് അറിഞ്ഞിട്ടില്ലാത്ത ഒരു ലോകത്തെക്കുറിച്ച്, ഒരു ജീവിതഘട്ടത്തെ കുറിച്ചൊക്കെയാണ് ഇവിടെ പറയുന്നത്. അതിന് നമുക്ക് അറിയുന്ന ചില പദങ്ങൾ വെച്ചുകൊണ്ടേ വിവരിക്കാൻ കഴിയുള്ളൂ, അത്രേ സാധിക്കുകയുള്ളൂ. ഇപ്പൊ ബഹിരാകാശ യാത്ര നടത്തിയ ആളുകൾ അല്ലെങ്കിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ആളുകള് അവിടെയുള്ള അനുഭവങ്ങളെ കുറിച്ച് നമുക്ക് പറഞ്ഞു തരുമ്പോ ഒക്കെ തന്നെ നമുക്കറിയാം ഈ ഭൗതിക ലോകത്തെ മനുഷ്യന്റെ ജീവിത സാഹചര്യങ്ങളുമായി തട്ടിച്ചുകൊണ്ടാണ് അത് നമുക്ക് വിവരിച്ചു തരാറുള്ളത്. യഥാർത്ഥത്തിൽ അതിൽ നിന്നൊക്കെ പൂർണ്ണമായും വ്യത്യസ്തമായ ഒരു ജീവിത അനുഭവമാണ് ഈ ബഹിരാകാശ ജീവിതം, ബഹിരാകാശ ലോകത്ത് പോകുന്ന ആളുകൾ അനുഭവിക്കുന്നത്. അതിന്റെ ഓരോ സൂക്ഷ്മമായ കാര്യവും പറയുമ്പോഴാണ് അത് എത്ര വ്യത്യസ്തമാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇവിടെ വിചാരണയുടെ നാളിലെ രണ്ട് വിഭാഗം ആളുകളുടെയും അനുഭവങ്ങളെ വിവരിക്കുന്നത് നമുക്ക് പരിചയമുള്ള ജീവിതാനുഭവങ്ങളെയും ജീവിത സാഹചര്യങ്ങളെയും വിവരിക്കുന്ന പദങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് എന്നത് നമുക്ക് കാണാൻ കഴിയും. കാരണം അത്രയേ നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുള്ളത്. 100% നമുക്ക് അപരിചിതമായ, അന്യമായ ഒരു സംഗതിയെ നമുക്ക് വിശദീകരിച്ച് തരിക സാധ്യമല്ല. അത് നമുക്ക് ഉൾക്കൊള്ളാൻ സാധിക്കണമെങ്കിൽ നമുക്ക് അറിയുന്നത് വെച്ച് പറഞ്ഞു തുടങ്ങണം. അത് തന്നെയാണ് ഖുർആനും ചെയ്യുന്നത്. നമുക്കറിയുന്ന പരിസരങ്ങളെയും പ്രയോഗങ്ങളെയും അനുഭവങ്ങളെയും പരാമർശിച്ചുകൊണ്ടാണ് നമുക്ക് ഒരു പരിചയവുമില്ലാത്ത ജീവിതാനുഭവത്തെ അള്ളാഹു ഇവിടെ വിവരിച്ചു തരുന്നത് എന്നത് മനസ്സിലാക്കുമ്പോൾ പലരും ഉന്നയിക്കാറുള്ള വളരെ സങ്കീർണമായ ചോദ്യങ്ങളുണ്ട് ഈ വിചാരണയുടെ നാളിനെ കുറിച്ചും പാരത്രിക ജീവിതത്തിന്റെ അനുഭവങ്ങളെ കുറിച്ചൊക്കെ. ഇതൊക്കെ വളരെ സില്ലിയല്ലേ, ഇതൊക്കെ വളരെ നിസ്സാരമായ വിധത്തിലുള്ള വിവരണങ്ങളല്ലേ എന്നൊക്കെ. അങ്ങനെയൊക്കെ മനുഷ്യന് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. യഥാർത്ഥത്തിലുള്ള കാര്യങ്ങള് അതിന്റെ ശരിയായ വിധത്തിൽ നമുക്ക് വിവരിച്ചു തരികയാണെങ്കിൽ നമുക്കത് യാതൊന്നും ഉൾക്കൊള്ളാൻ കഴിയില്ല. മനുഷ്യന്റെ അറിവ് മനുഷ്യന്റെ അറിവ് ഉൾക്കൊള്ളാനുള്ള സാധ്യത തന്നെ കണ്ടീഷൻഡാണ്, പരിമിതപ്പെട്ടതാണ്. ഈ ഭൗതിക ലോകത്തെ സാഹചര്യങ്ങളിൽ നിന്നുകൊണ്ട് മനസ്സിലാക്കാവുന്ന കാര്യങ്ങളെ മനുഷ്യന് ഉൾക്കൊള്ളാൻ കഴിയുള്ളൂ. അതിനപ്പുറത്തേക്കുള്ളത് അതിന്റെ കൃത്യതയോടുകൂടി നമുക്ക് പറഞ്ഞു തന്നാൽ പോലും നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. അതുകൊണ്ട് സ്വാഭാവികമായ വിധത്തിൽ മനുഷ്യനിത് ഒരു ഏകദേശ ചിത്രം മനസ്സിൽ വരയ്ക്കാൻ കഴിയുന്ന വിധത്തിൽ അത് വിവരിച്ചു തന്നു എന്ന വിധത്തിൽ നമ്മൾ കാണുന്നതായിരിക്കും ഏറ്റവും സുരക്ഷിതമായ ഒരു രീതി എന്നാണ് എനിക്ക് പലപ്പോഴും ഇത്തരം കാര്യങ്ങളെ കുറിച്ചുള്ള ഖുർആനിലെ വിവരണം കാണുമ്പോൾ തോന്നാറുള്ളത്. ഞാൻ ഇന്നത്തെ സെഷൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. സൂറത്തുൽ ഫുർഖാനിലെ 24 മുതൽ 26 വരെയുള്ള ആയത്തുകളാണ് നമ്മൾ ഇന്ന് പഠന വിധേയമാക്കിയിട്ടുള്ളത്. അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വാഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ ഖുർആൻ പദം ഇവിടെ സമാപിക്കുന്നു. ഖുർആൻ പഠനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും അള്ളാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. വആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.